പിടിക്കുന്ന ഭാഗം നേടണം എന്നുള്ളതാ, അതിനെന്ത് നീചപ്പണികളും ചെയ്യുന്നതാ. കുഴപ്പങ്ങളുണ്ടാക്കിച്ച് ജുമുഅ മുടക്കണം, കൂടാതെ തമ്മിലടിച്ച് ചേരി തിരിക്കണം. താൻ ദൂരെ നിന്നും കൊണ്ട് കേട്ട് രസിക്കണം, കമ്മിറ്റി അംഗങ്ങൾക്ക് പിന്തുണ നീങ്ങണം. പങ്കില്ല ഞാനതിലൊന്നുമെന്ന ഭാവമിൽ, അവനാണ് റൂട്ട് തെളിച്ച ശൈത്വാൻ സത്യമിൽ. മിണ്ടാതിരുന്നും കൊണ്ടവൻ എരി കൂട്ടും, ഒരു സംശയം ഇല്ലാത്ത നയവും കാട്ടും. വിജയം ലഭിച്ചാലെൻ്റെ കഴിവാ മുഴുവനും, അല്ലെങ്കിലോ ഞാനില്ല പണ്ടേ ഒന്നിനും. ഈ രീതിയിൽ ചീറ്റാത്ത മൂർഖം പാമ്പുകൾ ഇല്ലാത്തതിന്ന് ചുരുക്കമാണ് മഹല്ലുകൾ. കൂടാതെ ലക്ഷ്യമിൽ വേറെയും ചിലതുണ്ട്, സ്വാധീനമുള്ളവനായി വരുത്തലുമുണ്ട്. സുബ്ഹാന റബ്ബി, എന്തിനധികം ഉപമകൾ, ഇതിനൊക്കെ നൽകണമെന്ന് മറുപടി പള്ളികൾ. റബ്ബിൻ്റെ വീടാണെന്ന ഓർമ്മയുമില്ല, ഓർക്കുന്നവർക്കാണെങ്കിലോ കഴിവില്ല. ഉമറകൾ അധികവും വിവരമില്ല ഇഖ്വാന, ജലാശയം ഭരിക്കുന്നതിന്നണ്ണാനാ. ഖുതബാക്കളിൽ ചിലരുണ്ട് കാഴ്ചയിൽ സുമുഖന, പെരുമാറി നോക്കണം അപ്പോഴേ മതി റബ്ബന. ചുരുക്കി പറഞ്ഞാൽ ചക്ക കൊട്ട കൊത്തതാ, കൊട്ടയ്ക്ക് പറ്റിയ ചക്കയും എന്നുള്ളതാ. റബ്ബിൻ്റെ വീട്ടിൽ നാശമുണ്ടാക്കുന്നത് ദുൽമിൻ്റെ ഇനത്തിൽ നിന്ന് വലുതാണേ അത്. അഭിമാനത്തിന് ക്ഷതം വരും എന്നുണ്ട്, കൂടാതെ ധനനഷ്ടങ്ങളും പെരുത്തുണ്ട്. അതുമാത്രമല്ലവൻ ബന്ധനസ്ഥനുമാകണം, ജനം അവനെ ഹീനനുമാക്കി മുദ്രയടിക്കണം. ഈ രീതിയിൽ തന്നിവിടവൻ തുലയുന്നതാ, പിന്നങ്ങ് ചെന്നാൽ നരകമിൽ കടക്കുന്നതാ. സുഹൃത്തുക്കളെ, ഇത് റബ്ബ് തന്നെ പറഞ്ഞതാ, അൽ ബഖറയിൽ നീ നോക്കിയാൽ കാണുന്നതാ. അതുകൊണ്ട് പള്ളിയിലല്ല കലഹിക്കേണ്ടത്, നീ തീക്കൊള്ളിയാണിതിലല്ല നീ കളിക്കേണ്ടത്. നീ പള്ളിയിൽ നിന്നും സുആൽ ചെയ്യുന്നത് പാടില്ല, മക്റൂഹുണ്ട് ചോദ്യം തന്നത്. മന്നാന്റെ ഭവനമിൽ വെച്ച് അവനോടല്ലയോ ചോദിക്കലും മര്യാദ എന്നറിവില്ലയോ.